അപ്പോൾ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മെൻസുറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതായത് ഏരിയ, വോളിയം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കുന്ന മെൻസുറേഷൻ. ഓക്കെ, അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ക്വസ്റ്റ്യനുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 5 സോളിഡ് ക്യൂബ്സ് ഈച്ച് ഓഫ് വോളിയം 216 സെന്റിമീറ്റർ ക്യൂബ് ആർ ജോയിൻഡ് എൻഡ് ടു എൻഡ് ടു ഫോം എ ക്യൂബോയിഡ്. വാട്ട് ഈസ് ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബോയിഡ് എന്നാണ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ചെയ്യുക. ആൻസർ ഒന്ന് കമന്റ് ഇട്ടേക്കണേ. 5 solid cubes each of volume 216 centimeter cube are joined end to end to form a cuboid. What is the lateral surface area in centimeter of the cuboid? എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അതായത് 5 സോളിഡ് ക്യൂബുകളുണ്ട്. അതിന്റെ ഓരോന്നതിന്റെയും വോളിയം എന്ന് പറയുന്നത് 216 സെന്റിമീറ്റർ ക്യൂബാണ്. ഇവയെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു ക്യൂബോയിഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവയുടെ ലാറ്ററൽ സർഫസ് ഏരിയയുടെ ലെന്ത് എത്രയാണ് എന്നാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ അവയുടെ ലാറ്ററൽ സർഫസ് ഏരിയയുടെ ലെന്ത് എത്രയാണ് എന്നാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് എവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഒരേ സമയം നമുക്ക് വോളിയവും തന്നിട്ടുണ്ട്, അതേസമയം നമുക്ക് എന്ന് തന്നിട്ടുണ്ട് ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഒരേ സമയം നമുക്ക് വോളിയം തന്നിട്ടുണ്ട്, അതേസമയം ലാറ്ററൽ സർഫസ് ഏരിയയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത് പറഞ്ഞേക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് ഒരു ക്യൂബിന്റെ വോളിയം 216 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നത്. അപ്പം ഒരു ക്യൂബ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു സ്ട്രക്ചർ ആണ് ക്യൂബ് എന്ന് പറയുന്നത്. അതായത് 6 സ്ക്വയറുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു 3 ഡയമെൻഷണൽ ഫിഗർ ആണ് ക്യൂബ്. ആ ക്യൂബിന്റെ 1 സൈഡ് എന്ന് പറയുന്നത് എ ആണ് എങ്കിൽ എല്ലാ വശങ്ങളും എത്ര തന്നെ ആയിരിക്കും? എ തന്നെ ആയിരിക്കും. ഈ ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത് എ ക്യൂബ് ആണ്. ഇനി അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് മൊത്തം 6 സ്ക്വയർ ചേർന്നിട്ടാണ്. അപ്പം ഒരു സ്ക്വയറിന് എ സ്ക്വയർ, അങ്ങനെയാണെങ്കിൽ 6 എണ്ണത്തിന് 6a². ഇനി അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്, ലാറ്ററൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോളിൽ കാണുന്നതും ഈ താഴെ കാണുന്നതിനെയുമാണ് എൻഡ് ഫേസസ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രിസം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഏതൊരു പ്രിസവും ആയിക്കോട്ടെ, അത് ഏത് ടൈപ്പും ആണെങ്കിലും ആകാം. അത് ക്യൂബ് ആകാം, ക്യൂബോയിഡ് ആകാം, സിലിണ്ടർ ആകാം, വാട്ട് വേണ്ടി. അത് റെസ്റ്റ് ചെയ്യുന്ന സർഫസിനെയാണ് നമ്മൾ എൻ സർഫസ് എന്ന് പറയുന്നത്. അതായത് ഒരു മേശപ്പുറത്ത് വെക്കുമ്പോൾ ആ മേശപ്പുറത്ത് ഇരിക്കുന്ന ഭാഗവും അതിന് ഓപ്പോസിറ്റ് വരുന്ന സർഫസും അതിനെയാണ് എൻ സർഫസ്. ബാക്കിയുള്ള വശങ്ങളിൽ കാണുന്നതിനെയാണ് ലാറ്ററൽ സർഫസ് എന്ന് പറയുന്നത്. നോക്കുക, മൊത്തം 6 സ്ക്വയർ ചേർന്നിട്ടാണ് ഒരു ഒരു ക്യൂബ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന്റെ എൻ സർഫസുകൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എത്രയേ ഉള്ളൂ? വശങ്ങളിൽ 4 സൈഡ് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം എല്ലാ സൈഡിന്റെയും ലെന്ത് എന്ന് പറയുന്നത് എ ആണ്. അപ്പം ഒരു സൈഡിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ a². അപ്പം ലാറ്ററൽ സർഫസ് എന്ന് പറഞ്ഞാൽ 4 സൈഡ്സ് ആണ്. അപ്പം 4a². അപ്പൊ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4a². അപ്പൊ ഇതാണ് ഇതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ. ഇതൊരു ക്യൂബിന്റെ കേസാണ്. ഇനി ക്യൂബോയിഡ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ പ്രിസത്തിനെയാണ് നമ്മൾ ക്യൂബോയിഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ ഒരു പ്രിസം, റെക്ടാങ്കുലർ പ്രിസത്തിനെയാണ് നമ്മൾ ക്യൂബോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു ക്യൂബോയിഡ് എടുക്കുക. ഇതാണ് ക്യൂബോയിഡ് എന്ന് പറയുന്നത്. ആ ക്യൂബോയിഡിന്റെ ഈ ലെന്ത് L ആണ്, ഈ ബ്രെഡ്ത്ത് V ആണ്, ഈ ഹൈറ്റ് H ആണ്. ഇതാണ് ക്യൂബോയിഡ് എന്ന് പറയുന്നത്. അവിടെ അങ്ങനെയാണ് എങ്കിൽ ഇതിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ L × V × H ആണ്. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? L × V × H. അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ, ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2 ബേസ് ഉണ്ട്. അപ്പൊ 2 × ബേസ് ഏരിയ പ്ലസ് അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ. അപ്പൊ നമുക്ക് ലാറ്ററൽ സർഫസ് ഏരിയ ആദ്യം കണ്ടുപിടിക്കണം. മക്കളെ, ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 × L + B × H ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 2 × L + B × H. ബേസ് ഏരിയ എന്ന് പറയുന്നത്, ബേസ് എന്ന് പറയുന്ന റെക്ടാംഗിൾ ആണ്, ലെന്ത് L, ബ്രെഡ്ത്ത് B. അങ്ങനെയാണെങ്കിൽ 2 × LB പ്ലസ് 2 × L + B × H. ഇതാണ് അവിടുത്തെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഏതൊരു പ്രിസം എടുത്തോട്ടെ, നിങ്ങളിപ്പം ക്യൂബ് ആയിക്കോട്ടെ, ട്രയാങ്കുലർ പ്രിസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങള് അതല്ല സിലിണ്ടർ ആയിക്കോട്ടെ, വാട്ടെവർ, ഏത് പ്രിസം എടുത്തു കഴിഞ്ഞാലും അതിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഒരു കോമൺ ഫോർമുലയുണ്ട്, ഒരു ജനറൽ ഫോർമുലയുണ്ട്.
വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇനി ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പൊ ഇത്രയുമാണ്. ഇത് എല്ലാ പ്രസന്റത്തിനും കോമൺ ആയിട്ട് വരുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇതെന്ന് പറയുന്നത് ക്യൂബിന്റെ കേസ് മാത്രം, ഇതെന്ന് പറയുന്നത് റെക്ടാങ്കുലർ പ്രസത്തിന്റെ കേസ് മാത്രമാണ്. പക്ഷേ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 5 സോളിഡ് ക്യൂബ്സ് ഉണ്ട്. ആ സോളിഡ് ക്യൂബ്സിന്റെ വോളിയം എന്ന് പറയുന്നത് 216 സെന്റിമീറ്റർ ക്യൂബ് ആണ്. ദാറ്റ് മീൻസ് ആ സോളിഡ് ക്യൂബിന്റെ ഒരു സൈഡ് എ ആണ് എങ്കിൽ എ ക്യൂബിന്റെ വാല്യൂ എന്ന് പറയുന്നത് 216 സെന്റിമീറ്റർ ക്യൂബ് ആണ്. അങ്ങനെയാണ് എങ്കിൽ എ എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 216 വിച്ച് ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ എന്ന് 6 സെന്റിമീറ്റർ നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ കയ്യിലുള്ള ക്യൂബോയിഡിന്റെ ക്യൂബിന്റെ സൈഡ് നമുക്ക് കിട്ടി 6 സെന്റിമീറ്റർ. അതായത് നമ്മുടെ കയ്യില് ഇതുപോലെ ഒരു ക്യൂബ് ഉണ്ട്. ഓക്കെ, ഇതേപോലെ ഒരു സിംഗിൾ ക്യൂബ് ആണ്. അതിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. അതേപോലെ ഈ സൈഡും എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. ഇങ്ങനെയുള്ള ക്യൂബോയിഡുകൾ എത്ര എണ്ണം? 5 എണ്ണം. 5 എണ്ണം സൈഡ് ബൈ സൈഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുവാണ്. അങ്ങനെ വെച്ചേക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ക്യൂബോയിഡ് ആണ്. ഇതേപോലെയുള്ള 5 എണ്ണം സൈഡ് ബൈ സൈഡ് ആയിട്ട് വെച്ചേക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ക്യൂബോയിഡ് ആണ്. ആ ക്യൂബോയിഡിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2 × L + B × H ആണ് അല്ലെ. എത്രയാണ് ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? 2 × L + B × H ആണ്. എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ? ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് L എന്താണ്, B എന്താണ്, H എന്താണ്? പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ലെന്ത് എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ ലെന്ത് ഈ ഒരു ഇങ്ങനെ പോകുന്നതാണ് ലെന്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം 5 ക്യൂബുകൾ കൂടി ചേർത്ത് വെച്ചേക്കുന്നതാണ്. therefore L എന്ന് പറയുന്നത് ഒരു ക്യൂബിന്റെ സൈഡ് 6 സെന്റിമീറ്റർ, അങ്ങനെ മൊത്തം 5 സൈഡുകൾ. സോ നമുക്ക് എത്ര കിട്ടും? 30 സെന്റിമീറ്റർ എന്ന് കിട്ടും ലെന്ത് വൈസ്. അപ്പൊ 6 ക്യൂബുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുമ്പോഴത്തേക്ക് ലെന്ത് എന്ന് പറയുന്നത് ഒരെണ്ണത്തിന്റെ സൈഡ് 6 സെന്റിമീറ്റർ, അങ്ങനെ മൊത്തം 5 എണ്ണം, അങ്ങനെ 30 സെന്റിമീറ്റർ. ഇനി ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് മാറ്റമില്ല, 6 സെന്റിമീറ്റർ തന്നെയാണ്. കാരണം മുകളിലോട്ട് നമ്മൾ ഒന്നും സ്റ്റാക്ക് ചെയ്യുന്നില്ല. ഓക്കെ, സൈഡ് ബൈ സൈഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതാണ്ട് വിഡ്ത്ത് എന്ന് പറയുന്നത്, ഇതാണ് വിഡ്ത്ത്. വിഡ്ത്ത് എന്ന് പറയുന്നതിന് മാറ്റമില്ല, അതും എത്രയാണ്? 6 സെന്റിമീറ്റർ. ഓക്കെ, അതായത് ബ്രെഡ്ത്ത് ബി എന്ന് പറയുന്നതിന് മാറ്റമില്ല, അത് എത്രയാണ്? 6 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2 × ലെന്ത് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു 30 പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 6 തന്നെയാണ്, ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 6 തന്നെയാണ് അല്ലെ. വിച്ച് ഈസ് ഈക്വൽ ടു 2 × 30 + 6 36 × 6 216. 216 × 2 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 432 എന്ന് കിട്ടും. 432 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. സോ ഓപ്ഷൻ നമ്പർ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ നമ്പർ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് മനസ്സിലായോ ഞങ്ങളെ? ഓക്കെ ആണോടാ? ഡൗട്ട്സ്? ക്ലിയർ ആണോ? കമന്റ് ഇട്ട് എല്ലാവരും ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. പെട്ടെന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മളിത് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വിത്ത് സൈഡ്സ് 56 സെന്റിമീറ്റർ, 42 സെന്റിമീറ്റർ ആൻഡ് 70 സെന്റിമീറ്റർ ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് ദ സൈഡ് ഓഫ് 56 centimeter to form a cone. The total surface area of the cone so formed എത്രയാണ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, നമ്മളിവിടെ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
നമ്മുടെ കയ്യിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട് എന്ന് വിചാരിക്കും. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ബേസ് നമുക്കറിയാം, ഓൾട്ടിറ്റ്യൂഡ് നമുക്കറിയാം, ഹൈപ്പോട്ന്യൂസ് നമുക്കറിയാം. ഓക്കെ, എടേ ഈ ഒരു ട്രയാങ്കിളിനെ ഞാൻ ഹൈപ്പോട്ന്യൂസ് ഒഴിച്ചുള്ള, എന്താണ് പറഞ്ഞത്, ഹൈപ്പോട്ന്യൂസ് ഒഴിച്ചുള്ള ബാക്കി ഏത് രണ്ട് സൈഡ്സ്, ഒന്നെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ആകാം അല്ലെങ്കിൽ ബേസ് ആകാം. അപ്പൊ അതിനെ ഒരു ആക്സിസ് ആയിട്ട് എടുത്തുകൊണ്ട് ഞാൻ അതിനെ എന്തായിരുന്നു മടക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചുറ്റി കഴിഞ്ഞാൽ, വൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഇതേപോലെ ഒരു കോണായിരിക്കും. എനിക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇതേപോലെ ഒരു കോണായിരിക്കും എനിക്ക് കിട്ടുന്നത്. എന്താ പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുന്നു. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ന്യൂസ് ഒഴിച്ച് ബാക്കി രണ്ട് സൈഡ്സ്, ഒന്നെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ആകാം അല്ലെങ്കിൽ ബേസ് ആകാം, അതിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പോയിന്റിനെ വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുവാണ്, അതിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡ്, അതായത് ഹൈപ്പോട്ന്യൂസ് അല്ലാതെ ഏതെങ്കിലും ഒരു സൈഡിനെ ബേസ് ചെയ്ത് ഞാൻ അതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ ഒരു കോൺ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന ഈ എ എന്ന് പറയുന്ന സൈഡ് ഉണ്ടല്ലോ, അതിനെ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് ഈ സൈഡിൽ പിടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഈ ഒരു സൈഡിലേക്ക് എന്ത് ചെയ്യുവാണ്, അതെങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എടുക്കുകയാണ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു കോൺ ആകൃതിയായിരിക്കും എനിക്ക് കിട്ടുന്നത്. കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഈ സപ്പോസ് ഈ ഓൾട്ടിറ്റ്യൂഡിന്റെ സൈഡിൽ ഞാൻ ഇവിടെ ഒരു കമ്പ് കുത്തി വെക്കുന്നു എന്ന് വിചാരിക്കുക. ഈ കമ്പിന്റെ ഈ സൈഡിലാണ് എന്ത് വെച്ചേക്കുന്നത്, ഈ എ എന്ന് പറയുന്നത് ഞാൻ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ആ കമ്പിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ സൈഡിൽ പിടിച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഇതേപോലൊരു കോണായിരിക്കും. അങ്ങനെ കിട്ടുന്ന കോണിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഈ ബി ആയിരിക്കും. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എ ആയിരിക്കും. ഈ സ്ലാൻഡിങ് ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആയിരിക്കും. കോൺസെപ്റ്റ് ക്ലിയർ ആണോ മക്കളെ? എടാ കോൺസെപ്റ്റ് ക്ലിയർ ആണോടാ? ഇപ്പം പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ഇട്ടെ, എങ്കിലേ ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? അതായത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ ഹൈപ്പോട്ന്യൂസ് ഒഴിച്ച് ബാക്കി ഏത് രണ്ട് സൈഡിനെ ആക്സിസ് ആക്കി എടുത്തുകൊണ്ട് നമ്മൾ ആ ട്രയാംഗിളിനെ റൊട്ടേറ്റ് ചെയ്താലും നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു എന്തിനായിരിക്കും അവിടെ കിട്ടുന്നത്? ഒരു കോണിനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്താ മക്കളെ കിട്ടുന്നത്? ഒരു കോണായിരിക്കും കിട്ടുന്നത്. ആ കോണിന്റെ അപ്പൊ ഏത് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ഏത് സൈഡിനെ ബേസ് ചെയ്താണോ റൊട്ടേറ്റ് ചെയ്തത്, അത് ഹൈറ്റ് ആയിട്ട് വരും. മറ്റേ സൈഡ് അതിന്റെ ബേസ് ആയിട്ട് വരും. ഈ സ്ലാൻഡിങ് ഹൈറ്റ് അതിന്റെ എച്ച് ആയിട്ട് വരും. ഇത് നോക്കുക, നമ്മുടെ കയ്യിൽ ഒരു കോണുണ്ട്. ആ കോണിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ആർ ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ്, അതിന്റെ സ്ലാൻഡിങ് ഹൈറ്റ് എന്ന് പറയുന്നത് എൽ ആണ്. അതിന്റെ സ്ലാൻഡിങ് ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? എൽ ആണ്. അങ്ങനെയാണ് എങ്കിൽ അവിടുത്തെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്, അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? പൈ ആർ ഇൻറ്റു ആർ പ്ലസ് എൽ ആണ്. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പൈ ആർ ഇൻറ്റു ആർ പ്ലസ് എൽ. ഇനി അതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/3 പൈ ആർ ക്യൂബ് ആണ്. സോറി 1/3 പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് ആണ്. എത്രയാണ് മക്കളെ? 1/3 പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് ആണ്. ഇനി അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ ഇൻറ്റു ആർ ഇൻറ്റു എൽ ആണ്. ഈ മൂന്ന് ഇക്വേഷൻസ് ആണ് നമ്മളുള്ളത്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് പൈ ആർ ഇൻറ്റു ആർ പ്ലസ് എൽ, വോളിയം എന്ന് പറയുന്നത് 1/3 പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച്, ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? പൈ ഇൻറ്റു ആർ ഇൻറ്റു എൽ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? കോൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ, എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിലൊരു റൈറ്റ് ആംഗിളിൽ ട്രയാംഗിൾ ഉണ്ട്. നമുക്ക് പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ട്. സൈഡ്സ് എന്ന് പറയുന്നത് 56, 42, 70. എത്രയാണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമ്മുടെ കയ്യിലുണ്ട്. ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ സൈഡ്സ് എന്ന് പറയുന്നത് 56, 42, 70 സെന്റിമീറ്റർ. ഈ 56 എന്ന് പറയുന്ന സൈഡിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ഇതിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഒരു കോണ് കിട്ടി അല്ലെ? അപ്പൊ എന്ത് ചെയ്തു? നമുക്ക് ആ സൈഡിനെ ബേസ് ചെയ്തിട്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോണ് കിട്ടി. ആ കോണിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 56 സെന്റിമീറ്ററിനെ ബേസ് ചെയ്താണ് റൊട്ടേറ്റ് ചെയ്തത്. സോ റേഡിയസ് എത്രയാകും മക്കളെ? 42 സെന്റിമീറ്റർ ആണ്. റേഡിയസ് എത്രയാകൂടാ? 42 സെന്റിമീറ്റർ. ഹൈറ്റ് എന്ന് പറയുന്നത് 56നെ ബേസ് ചെയ്ത് കറക്കിക്കൊണ്ട് 56. ഈ സ്ലാൻഡിങ് ഹൈറ്റ് എന്ന് പറയുന്നത് 70 സെന്റിമീറ്റർ വരും അല്ലെ? അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ സർഫസ് ഏരിയ ആണ്. നമുക്കറിയാം ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എന്താണ്?
പൈ ആർ ഇൻറ്റു ആർ പ്ലസ് എൽ ആണ് അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു പൈ അതേപോലെ ഇട്ടേക്കുക ഇൻറ്റു ആർ എന്ന് പറയുന്നത് 42 ഇൻറ്റു ആർ പ്ലസ് എൽ 42 പ്ലസ് എൽ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ 56 ആണ് അല്ലെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇതെല്ലാം കൂടെ ചെയ്ത് വരുമ്പോൾ 4704 എന്തെന്ന് കിട്ടും പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. 4704 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. സോറി എൽ എന്ന് പറയുന്നത് എത്രയാണ് 56 അല്ല 70 ആണ്, ശരിപ്പോയി 56 അല്ല 70 ആണ്. അപ്പൊ എത്ര കിട്ടും 42 പ്ലസ് 70 ഇൻറ്റു 42 ഇൻറ്റു പൈ 5704 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. സോറി 4704 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് മക്കളെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ നമ്പർ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണോടാ? നിങ്ങളെ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ബാക്കിയാണോ എനി ഡൗട്ട്സ്? ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊന്ന് ചെയ്തേ ഫസ്റ്റ് ഉത്തരം കിട്ടിയോടെ? ഇവിടെ നോടെ. ഓക്കെ, കിട്ടിയോടെ? ഉത്തരം കിട്ടിയോ? എത്ര ഉത്തരം കിട്ടിയേ? ഇവിടെ ശ്രദ്ധിക്കുക, ഉത്തരം കിട്ടുന്ന എഴുതി പോണേ. ക്വസ്റ്റ്യൻ നമുക്ക് തന്നേക്കുന്നത് ഇങ്ങനെയാണ്: the diameter of a sphere is 2 centimeter more than diameter of a smaller sphere. The surface area of the larger sphere is 528 centimeter square more than surface area of the smaller sphere. What is the diameter in centimeter of the larger sphere എന്നാണ് നമ്മളത് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. എടാ, നമുക്ക് ഇവിടെ സ്പിയറിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇതോടെ ശ്രദ്ധിച്ചേ, ഇതാണ് ഒരു സ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഒരു ഷേപ്പാണ്, ഏകദേശം ഇതേപോലെ. അതായത് നമ്മുടെ ഗോളം എന്ന് പറയും സ്പിയർ. അപ്പൊ സ്പിയറിന് എന്തില്ല? ലാറ്ററൽ സർഫസുകളില്ല, ടോട്ടൽ സർഫസ് മാത്രമേ ഉള്ളൂ. സ്പിയറിന് എന്തില്ല? ലാറ്ററൽ സർഫസുകളില്ല. അപ്പൊ ഒരു സ്പിയർ നമ്മൾ താണ്ട് എടുത്തേക്കുവാണ്. ആ സ്പിയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്. എന്താണ് സ്പിയറിന്റെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? 6 ആണ്. അങ്ങനെയാണ് എങ്കിൽ ഇതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ ഇല്ല എന്ന് പറഞ്ഞു, ടോട്ടൽ സർഫസ് ഏരിയ മാത്രമേ ഉള്ളൂ. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4πr² ആണ്. എത്രയാണ്? 4πr². ഇനി ഇതിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 4/3πr³ ആണ്. എത്രയാണ് വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? 4/3πr³ ആണ്. ഇനി ഈ സ്പിയറിനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ സ്പിയറിനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഷേപ്പിനെ നമ്മൾ പറയുന്ന പേരാണ്, നോക്കുക, ഈ ഒരു ഷേപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് ഹെമിസ്പിയർ എന്ന് വിളിക്കും. അപ്പൊ ഈ ഹെമിസ്പിയറിന്റെ റേഡിയസ് 6 ആണ്. അങ്ങനെയാണെങ്കിൽ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഒരു സ്പിയറിന്റെ മൊത്തം വോളിയം എന്ന് പറഞ്ഞാൽ 4/3πr³ ആണ്. അപ്പം ഹെമിസ്പിയർ എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയാണല്ലേ, 2/3πr³ ആണ്. ഇനി ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ, ഒരു സ്പിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4πr² ആണ്. അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 2πr² വരും. എന്നാൽ കഴിഞ്ഞോ? ഇല്ല. കാരണം 2πr² എന്ന് പറയുമ്പോൾ ഇതിന്റെ പുറം ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. ഒരു സ്പിയറിനെ കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കിടക്കുന്ന ഒരു സർക്കിൾ പുറത്ത് വരും അല്ലെ. അപ്പൊ മുകളിൽ കാണുന്ന ഒരു സ്പിയറിന്റെ പകുതി അത് 2πr². കൂടാതെ അകത്ത് ഒരു സ്പിയറും കൂടെ അകത്ത് ഒരു സർക്കിൾ എന്ത് ചെയ്തു? പുറത്തേക്ക് വന്നു. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr². അങ്ങനെ മൊത്തം നമുക്ക് എത്ര കിട്ടൂടെ? 3πr² എന്ന് നമുക്ക് കിട്ടും. സോ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്പിയർ എന്ന് പറയുന്നത് എത്രയാണ്? 3πr² ആണ്. അപ്പൊ ഇതാണ് സ്പിയറിനെ കുറിച്ചും ഹെമിസ്പിയറിനെ കുറിച്ചും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട 2 കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക, ഒരു സ്പിയർ ഉണ്ട്. ആ സ്പിയറിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു സ്മോളർ സ്പിയറിന്റെ ഡയമീറ്ററിനേക്കാൾ 2 സെന്റിമീറ്റർ കൂടുതലാണ്. സോ നമ്മുടെ കയ്യിൽ ഒരു സ്പിയർ, ആ സ്പിയറിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് d ആണ് എങ്കിൽ അതിന്റെ റേഡിയസ് നമുക്ക് എത്ര എടുക്കാം? പകുതിയാണ് അല്ലെ. അതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 6 ആണെന്ന് വിചാരിക്കും. ഒരു സ്പിയർ ഉണ്ട്, ആ സ്പിയറിന്റെ മൊത്തം ഡയമീറ്ററിനെ d ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? അതിന്റെ പകുതി 6 ആണ്. 6 ആണെന്ന് വിചാരിക്കുക. ഡയമീറ്റർ ഡിയും റേഡിയസ് 6. ഇനി അവിടെ അതിനേക്കാൾ വലിയൊരു സ്പിയർ ഉണ്ട്. ആ സ്പിയറിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പേ ഉണ്ടായിരുന്ന സ്പിയറിന്റെ ഡയമീറ്ററിനേക്കാൾ 2 കൂടുതലാണ്. അപ്പം d+2 ആണ് അതിന്റെ ഡയമീറ്റർ.
അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്റർ 2 കൂടുതലാണ് എങ്കിൽ, ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ് അല്ലെ, ആദ്യത്തതിന്റെ റേഡിയസ് 6 ആണ്. അപ്പോ ഡയമീറ്റർ ആദ്യത്തെ സ്പിയറിനേക്കാളും ഡയമീറ്റർ 2 കൂടുതലാണെങ്കിൽ, ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ്, അപ്പൊ റേഡിയസ് എത്ര കൂടുതലായിരിക്കും? 2ന്റെ പകുതി 1 കൂടുതലായിരിക്കും. ഡയമീറ്ററിനേക്കാൾ 2 കൂടുതലാണ്. ഓക്കെ, ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ്. അപ്പം ഈ ഡി എന്ന് പറയുന്നത് എത്രയാണ്? 2r ആണ്, അല്ലെങ്കിൽ r എന്ന് പറയുന്നത് d/2 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡയമീറ്റർ 2 കൂടുതലാണെങ്കിൽ റേഡിയസ് ആ 2ന്റെ പകുതി 1 കൂടുതലായിരിക്കും. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ഇനി പറയുന്നുണ്ട് ഇവയുടെ ഏരിയകൾ തമ്മിലുള്ള ഡിഫറൻസ്, സർഫസ് ഏരിയകൾ തമ്മിലുള്ള ഡിഫറൻസ് 528 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഡയമീറ്റർ ഓഫ് ദ ലാർജർ സ്ഫിയർ ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് d+2ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ തമ്മിലുള്ള സർഫസ് ഏരിയകളുടെ ഡിഫറൻസ് നമുക്കറിയാം. സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4πr² ആണ് അല്ലെ. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4πr² ആണ്. ഒരു സ്ഫിയറിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ആദ്യത്തതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4π × r പകരം r+1² മൈനസ് 4π × രണ്ടാമത്തെ r². ആ വാല്യൂ നമുക്ക് എത്ര കിട്ടൂടെ? 528 എന്ന് കിട്ടും അല്ലെ. എത്ര കിട്ടും മക്കളെ? 528. രണ്ടിലും ഒരു 4π കോമൺ ആയിട്ടുണ്ട്, അതിന് എടുത്തു കഴിഞ്ഞാൽ r+1ന്റെ r+1² എക്സ്പാൻഷൻ r² + 2r+1 മൈനസ് r² is equal to 528 എന്ന് കിട്ടും. ഈ r²ഉം ഈ r² കൂടെ ക്യാൻസൽ ആയി. ഇനി ഈ പൈയുടെ വാല്യൂ നമുക്ക് 22/7 എന്ന് എടുക്കാം. സോ ഇറ്റ് വിൽ ബിക്കം 4 × 22/7 × 2r+1 which is equal to 528. അങ്ങനെയാണ് എങ്കിൽ 2r+1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 528 × 7 ഡിവൈഡഡ് ബൈ 4 × 22 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 4ഉം ഇതും കൂടെ ക്യാൻസൽ ആകുമ്പോഴത്തേക്ക് 132. എത്ര കിട്ടും? 132. ഇതും കൂടെ ക്യാൻസൽ ആകുമ്പോൾ r, ദാറ്റ് മീൻസ് 2r+1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 42 ആണ്. 2r എന്ന് പറയുന്നത് 41 എന്ന് കിട്ടും. ഈ 2r എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമീറ്റർ ആണ് അല്ലെ. അതായത് ചെറിയ സ്ഫിയറിന്റെ ഡയമീറ്റർ ആണ് 2r, 41 കിട്ടി. നമുക്ക് വേണ്ടത് വലിയ സ്ഫിയർ ആണ്, അതായത് ഡിയുടെ വാല്യൂ നമുക്ക് 41 സെന്റിമീറ്റർ എന്ന് കിട്ടി. അങ്ങനെയാണ് എങ്കിൽ വലിയ സ്ഫിയറിന്റെ ഡയമീറ്റർ d+2 എന്ന് പറഞ്ഞാൽ 41 + 2 which is equal to എത്ര കിട്ടൂടെ? 43 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ നമ്പർ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോടാ? അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ചെയ്തോ കഴിഞ്ഞോടെ. A river 20 meter deep and 36 meter wide is flowing at a rate of 2.7 km/h. They want to further in cubic meter that runs into sea per minute. ഒരു മിനിറ്റിൽ നമുക്ക് എത്ര വാട്ടർ ആണ് കടലിലേക്ക് ഒഴുകി പോകുന്നതെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക. ഒരു റിവർ നമ്മുടെ കയ്യിലുണ്ട്. ആ റിവറിൽ വെള്ളം ഒഴുകി പോകുവാണ്. അങ്ങനെ വെള്ളം ഒഴുകി പോകുമ്പോൾ ഒരു റിവർ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനെന്തുണ്ട്? ആ റിവറിനൊരു ഡെപ്ത് ഉണ്ട്, ഒരു റിവറിനൊരു വിഡ്ത്ത് ഉണ്ട്. അതായത് സപ്പോസ് ഇതിങ്ങനെ ഒരു റിവർ ഇങ്ങനെ ഒഴുകി പോവുകയാണ് എങ്കിൽ ആ റിവറിന്റെ ഇത് മോയിൽ നിന്നുള്ള നോട്ടമാണ്. നോക്കുമ്പോഴത്തേക്ക് ആ റിവറിന് എന്തുണ്ടേ? ഒരു വിഡ്ത്ത് ഉണ്ട്. ഇതാ ഇങ്ങോട്ടേക്ക് ആ റിവറിനൊരു ഡെപ്ത് ഉണ്ട്. ഇതാണ് അതിന്റെ വിഡ്ത്ത്, ഇതൊരു ഡെപ്ത് ഉണ്ട്. ഇതാ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു എന്താണ്? ലെന്ത് ഉണ്ട് അല്ലെ. ദാറ്റ് മീൻസ് ഒരു റിവറിനകത്തൂടെ വെള്ളം ഒഴുകി പോകുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ വെള്ളം ഏത് ഷേപ്പിൽ ഒഴുകി പോകുന്നതായിട്ടാണ് നമുക്ക് കിട്ടുന്നത്? ഒരു ക്യൂബോയിഡ് ഷേപ്പിൽ ഒഴുകി പോകുന്നതായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. എന്ത് പറയും? ഒരു ക്യൂബോയിഡ് ഷേപ്പിൽ ഇങ്ങനെ ഒഴുകി പോകുന്നതായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ
ഒരു മിനിറ്റ് ഒഴുകുന്ന വെള്ളത്തിന്റെ അളവെടുത്തു കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് എടുത്താലും ഒരു മണിക്കൂർ എടുത്താലും എല്ലാം നമുക്ക് കിട്ടുന്നത് ഏകദേശം ഒരു ക്യൂബോയിഡ് ഷേപ്പിൽ തന്നെയാണ് കിട്ടുന്നത്. നമ്മൾ അങ്ങനെയാണ് കൺസിഡർ ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് ആ ഒഴുകുന്ന പുഴയുടെ ജോമെട്രിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അത് ഡിപ്പെൻഡ് ചെയ്യും. നമ്മളിപ്പം ഒരു മിനിറ്റിലുള്ള കേസ് എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ഏകദേശം ഒരു ക്യൂബോയിഡ് ഷേപ്പിലുള്ള ഇതാണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. അങ്ങനെ ഒരു ക്യൂബോയിഡ് ആണ് എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു മിനിറ്റിൽ, അവിടെ നമ്മളൊരു ക്യൂബോയിഡ് കൺസിഡർ ചെയ്താൽ ഒരു മിനിറ്റിൽ അവിടെ ഒഴുകി പോകുന്ന വെള്ളം ഒരു ക്യൂബോയിഡ് ഷേപ്പിലാണെന്ന് പറഞ്ഞു. ആ ഷേപ്പിലുള്ള ആ ക്യൂബോയിഡിന്റെ വോളിയമാണ് അവിടെ ഒഴുകിപ്പോയ വാട്ടറിന്റെ വോളിയം എന്ന് പറയുന്നത്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ക്യൂബോയിഡിന്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളത് ഇവിടെ ശ്രദ്ധിച്ചേ, നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു റിവറിന് 20 സെന്റിമീറ്റർ ഡെപ്ത് ഉണ്ട്. അതായത് ഇതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. ഇനി അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 36 സെന്റിമീറ്റർ ആണ്. ഇത് രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. ഇനി പറയുന്ന കാര്യം ഇവിടെ നോക്കുക, ഈ റിവറിന്റെ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് 2.7 കിലോമീറ്റർ പെർ അവർ. ഒരു മണിക്കൂറിൽ ഇത് എത്ര സ്പീഡിലാണ് പോകുന്നത്? ഇങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കുക. 2.7 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് പോകുന്നത്. അപ്പോൾ നോക്കുക, അപ്പോൾ ഇതിന്റെ സ്പീഡാണ്, അതായത് ഒരു മണിക്കൂറിൽ ഈ പുഴ ഒഴുകുന്ന ദൂരം 2.7 കിലോമീറ്റർ ആണെന്ന് അർത്ഥം. എന്താണ് ഇതിന്റെ അർത്ഥം? 2.7 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു മണിക്കൂറിൽ ഇത് ഒഴുകുന്ന ലെന്ത് എന്ന് പറയുന്നത് 2.7 കിലോമീറ്റർ ആണ്. അതാണ് അതിന്റെ അർത്ഥം. നമുക്ക് വേണ്ടത് ഒരു മിനിറ്റത്തെ കേസാണ്. ഒരു മിനിറ്റിൽ എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര മീറ്റർ. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ 20 മീറ്റർ ആണ് തന്നേക്കുന്നത്, ഇവിടെയും 36 മീറ്റർ ആണ് തന്നേക്കുന്നത്. സോ ഈ ഇത് ഒരു മണിക്കൂറിൽ അല്ല നമുക്ക് വേണ്ടത്, പകരം ഒരു മിനിറ്റ് ആണ്. സോ എത്ര മീറ്റർ പെർ മിനിറ്റ് ആണ്, ഒരു മിനിറ്റിൽ എത്ര മീറ്റർ ആണ് ഒഴുകുന്നതെന്നാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമുക്കറിയാം ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 ആണ്. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അങ്ങനെയാണ് എങ്കിൽ 2.7 കിലോമീറ്റർ പെർ അവർ അത്ര. സോ ഒരു മിനിറ്റിൽ ഒഴുകുന്ന ലെന്ത് അല്ലെങ്കിൽ ഈ ക്യൂബോയിഡിന്റെ ലെന്ത് എന്ന് പറയുന്നത്, ഈ ക്യൂബോയിഡിന്റെ ലെന്ത്, ആ ലെന്താണ് 2.7 into 1000 divided by 60 എന്ന് പറയുന്നത്. അതായത് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ ഒഴുകുന്ന ലെന്താണ്. നമുക്ക് വേണ്ടത് ഒരു മിനിറ്റത്തെ കേസാണ്. അപ്പം ഒരു മിനിറ്റിനെ കിലോമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റണം, മിനിറ്റിനെ ഹവറിനെ മിനിറ്റിലോട്ട് മാറ്റണം. അപ്പം കിലോമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ into 1000, മിനിറ്റ് അവറിനെ മിനിറ്റിലോട്ട് മാറ്റാൻ into 60. സോ 2.7 നമുക്ക് എങ്ങനെ ചെയ്യാം? 2.7 into 1000 divided by 60. സോ നമുക്കിപ്പോൾ ഒരു ക്യൂബോയിഡ് കിട്ടി അല്ലെ. അപ്പൊ അതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? LBH. ഇപ്പൊ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല LBH ആണ്. അങ്ങനെയാണ് എങ്കിൽ 20 into 36 into 2.7 into 1000 divided by 60 എന്ന് കിട്ടും അല്ലെ. ഇത് ഇതുകൂടെ ക്യാൻസൽ ആകുമ്പോൾ 3, ഇത് ഇതുകൂടെ ക്യാൻസൽ ആകുമ്പോൾ 0.9. സോ ദ വാല്യൂ വിൽ ബി 32400 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. സോ ഓപ്ഷൻ നമ്പർ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ മക്കളെ? കുഞ്ഞുങ്ങളെ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? പക്കയാണോ? എനി ഡൗട്ട്സ്? ക്ലിയർ ആണോടാ? ഇവിടെ നോക്കിട്ടെ, എല്ലാവരും ക്ലിയർ ആണോ? എല്ലാവർക്കും? അഭിജിത്ത്, റാം, ആകാശ്, ജിവിൻ റജി, ജിതിൻ, ക്ലിയർ ആണോ? കോൺസെപ്റ്റ് മനസ്സിലായി? ഇത് ആപ്ലിക്കേഷനിലുള്ള ചോദ്യമാണ്. ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മുടെ RRB NTPC ടയർ 1 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. RRB NTPC ടയർ 2 ഇതൊക്കെ വന്നിട്ടുണ്ട്, കണ്ടായിരുന്നോ? ഓക്കെ, പെട്ടെന്ന് ഓക്കെ നോക്കളെ. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്. The area of a quadrilateral ABCD is 299 centimeter. The length of perpendicular from the vertices B and D to the diagonal AC are 11 centimeter and 12 centimeter respectively. Determine the length in centimeter of the diagonal AC. Okay. മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് തന്നിരിക്കുന്ന സാധനം എന്ന് വെച്ചാൽ ഒരു ക്വാഡ്രിലാറ്ററൽ, 4 സൈഡുള്ള ഒരു ഫിഗറിനെയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ക്വാഡ്രിലാറ്ററൽ 4 സൈഡുള്ള ഫിഗറാണ്, ജമ ക്വാഡ്രിലാറ്ററലാണ്. അപ്പോ ഒരു ക്വാഡ്രിലാറ്ററൽ നമുക്ക് ഇതേപോലെ ഒരു ക്വാഡ്രിലാറ്ററൽ നമുക്ക് തന്നിട്ടുണ്ട്.
സേ എ ബി സി ഡി ഇങ്ങനെയാണോ എന്ന് വിചാരിക്കുക. ഇവിടെ ഇവിടെ എ സി എന്ന് പറയുന്ന ഒരു ഡയഗണൽ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഡയഗണലിന്റെ ലെന്ത് എന്ന് പറയുന്നത് ഡി ആണ്. ഡയഗണൽ ലെന്ത് എത്രയാണ്? ഡി ആണ്. ആ ഡയഗണലിലേക്ക് ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നും ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു H1. ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു H2. അങ്ങനെയാണ് എങ്കിൽ ഇവിടുത്തെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ഡയഗണലിന്റെ ലെന്ത് ഡി ഇൻറ്റു സം ഓഫ് പെർപെൻഡിക്കുലർ ടു ദ ഡയഗണൽസ് H1 ആൻഡ് H2. So A is equal to half into D into H1 plus H2 എന്ന് കിട്ടും. This is the area of the general quadrilateral. ഒരു ജനറൽ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് താണ്ടി കിടക്കുന്ന സാധനം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? അവിടെ കുഞ്ഞുങ്ങളെ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? പക്കയാണോ? എനി ഡൗട്ട്സ്? ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതേ കോൺസെപ്റ്റ് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മളിൽ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. അതേപോലെ ക്വാഡ്രിലാറ്ററലാണ് എ ബി സി ഡി. അപ്പം ഇതിന്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 299 സെന്റിമീറ്റർ ആണ് അല്ലെ? 299 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ. ഇനി എ സി എന്ന് പറയുന്ന ഡയഗണലുണ്ട്. ആ എ സി എന്ന് പറയുന്ന ഡയഗണൽ എന്ന് നമുക്ക് അറിയത്തില്ല. ഇനി ഈ ഡിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ നമുക്ക് തന്നിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെത് 11 സെന്റിമീറ്ററും ഈ ബിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് 12 സെന്റിമീറ്ററുമാണ്. കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഈ ഡയഗണൽ ഡി ആണ്. നമുക്കറിയാവുന്നൊരു കേസുണ്ട്. ഏരിയ എ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു H1 പ്ലസ് H2. ദാറ്റ് ഈസ് 299 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു H1 എന്ന് പറഞ്ഞാൽ 11 പ്ലസ് 12. 11 പ്ലസ് 12. അങ്ങനെയാണെങ്കിൽ ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 299 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 23 നിൽക്കും അല്ലെ. ഇതും അങ്ങോട്ട് ക്യാൻസൽ ആകുമ്പോഴത്തേക്ക് 13 ഇൻറ്റു 2 എന്ന് പറയുമ്പോഴത്തേക്ക് 26 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? ഓപ്ഷൻ നമ്പർ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ ആണോ മക്കളെ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഒക്കെയാണോ? എനി ഡൗട്ട്സ്? ക്ലിയർ ആണല്ലോ. സിമ്പിൾ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ആയിട്ട് ഇവിടെ നോടെ. അപ്പൊ നോക്കുക. A solid metallic sphere of radius 10 cm is melted and recasted into 125 identical spheres. The ratio of surface area of the original sphere to the total surface area of the smaller sphere formed എന്നാണ് പറയുന്നത്. മക്കളെ എത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. ഒരു മെറ്റാലിക് സ്പിയർ ഉണ്ട്. ആ സ്പിയറിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ. ഇതിനെ ഉരുക്കി മെറ്റാലിക് സ്പിയർ ആക്കുന്നു. അതിന്റെ റേഡിയസ് നമുക്ക് അറിയത്തില്ല, 6 ആണ്. അങ്ങനെ മൊത്തം എത്രയാണ്? 125 എണ്ണമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദിച്ചേക്കുന്ന ചോദ്യം ഈ സ്മോളർ സ്പിയറിന്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? 6 സ്മോളർ സ്പിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയയും ഒറിജിനൽ സ്പിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയയും തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒറിജിനൽ സർഫസ് സ്പിയറും ഈ 6 ചെറിയ സ്പിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയയും തമ്മിലുള്ള റേഷ്യോ. മക്കളെ ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുക, ഇങ്ങോട്ടേക്ക് നോക്കുക. നമുക്ക് ഒരു ഷേപ്പിനെ, നിങ്ങളുടെ കയ്യിരിക്കുന്ന പ്രിസം ഏതോ ആയിക്കോട്ടെ, വാട്ട് എവർ ദ ജോമെട്രിക്കൽ ഷേപ്പ് ഇറ്റ് മേ ബി, അതിനകത്ത് ഒന്നും ഇതില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം. ഇവിടെ ഏതൊരു ഷേപ്പിലുള്ള ഒരു ഒരു പ്രിസത്തിനെ നമ്മൾ ഉരുക്കി കഴിഞ്ഞാൽ അതിന്റെ ഏത് പ്രോപ്പർട്ടിയാണ് മാറാത്തത്? ഒരു പ്രിസം നമ്മുടെ കയ്യിലുണ്ട്, അതിനെ നമ്മൾ ഉരുക്കി കഴിഞ്ഞാൽ ഏത് പ്രോപ്പർട്ടി, ഏരിയ ഉണ്ട്, ടോട്ടൽ സർഫസ് ഏരിയ ഉണ്ട്, ലാറ്ററൽ സർഫസ് ഏരിയ കാണാം, അല്ലെങ്കിൽ വോളിയം കാണാം, അല്ലെങ്കിൽ റേഡിയസ്, ബാക്കി വാട്ടർ വഴി. ഇതിനകത്ത് മാറ്റമില്ലാത്ത ക്വാണ്ടിറ്റി ഇത് മാത്രമായിരിക്കും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏതൊരു ജോമെട്രിക്കൽ ഷേപ്പിനെയും ഉരുക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ പുതിയ ഷേപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് മാറ്റമില്ലാത്ത ക്വാണ്ടിറ്റി ഏതായിരിക്കും? കമന്റിട്ടെ, ഏത് പ്രോപ്പർട്ടി ആയിരിക്കും മാറ്റമില്ലാതെ കിട്ടുന്നത്? വോളിയം. വോളിയത്തിന് എന്തില്ല മക്കളെ? മാറ്റമില്ല. ദാറ്റ് മീൻസ്
ഇതിന്റെ വോളിയമായിട്ടുള്ള 4/3 പൈ ഇൻറ്റു ആറിന് പകരം 10 ക്യൂബ്. അത് എന്തിന് ഇക്വലാണ്? ഇത് ഒരെണ്ണത്തിന്റെ റേഡിയസ് 4/3 പൈ ഇൻറ്റു ആർ ക്യൂബ്. ഒരെണ്ണത്തിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 പൈ ഇൻറ്റു ആർ ക്യൂബ്. അങ്ങനെ മൊത്തം എത്ര എണ്ണം ഉണ്ടാക്കി? 125 എണ്ണം ഉണ്ടാക്കി അല്ലെ? അപ്പൊ ഇൻറ്റു 125. സോ ഇത് രണ്ടും എന്താണ്? സെയിം ആണ്. അതായത് ഈ സ്ഫിയറിന്റെ വോളിയവും ഇങ്ങനെ ഉരുക്കി ഉണ്ടാക്കുന്ന 125 സ്ഫിയറിന്റെ വോളിയം. ഒരു സ്ഫിയറിന്റെ വോളിയം 4/3 പൈ ആർ ക്യൂബ് ആണ്. ആർ നമുക്ക് അറിയത്തില്ല, അത് കണ്ടുപിടിക്കാം. ഇൻറ്റു 125. ഇത് രണ്ടും സെയിം ആണ്. സോ ഇത് കൂടെ അങ്ങോട്ട് ക്യാൻസൽ ആക്കി പോകും. therefore ആർ ക്യൂബ് എന്ന് പറയുന്നത് 10 ക്യൂബ് ഡിവൈഡഡ് ബൈ 125. therefore ആറിന്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ ക്യൂബ് റൂട്ട് എടുക്കുക അല്ലെ? ക്യൂബ് റൂട്ട് ഓഫ് 10 ക്യൂബ് ഡിവൈഡഡ് ബൈ 125 വിച്ച് ഈസ് ഈക്വൽ ടു 10 ക്യൂബിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 10 ആണ്, 125 എന്ന് പറഞ്ഞാൽ 5 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ എന്ന് കിട്ടി. എത്ര കിട്ടിയ? 2 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി ഇവിടുത്തെ ടോട്ടൽ സർഫസ് ഏരിയ, റേഡിയസ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ഉള്ളതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4 പൈ ഇൻറ്റു ആർ സ്ക്വയർ, ദാറ്റ് ഈസ് 10 സ്ക്വയർ. ഇനി രണ്ടാമത്തെ സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആർ എന്ന് പറയുന്നത് എത്രയാണ്? 2 സെന്റിമീറ്റർ ഉള്ളതിൻ്റെത് എത്രയാണ്? 4 പൈ ഇൻറ്റു 2 സ്ക്വയർ അല്ലെ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആദ്യത്തെ സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ, അതായത് 4 പൈ ഇൻറ്റു 10 സ്ക്വയർ. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ഫിയർ ഒരെണ്ണത്തിന്റെ അല്ല, പകരം 6 എണ്ണത്തിന്റെ. ഒരെണ്ണത്തിന്റെ എന്ന് പറയുന്നത് 4 പൈ ഇൻറ്റു 2 സ്ക്വയർ ആണ്, ഇൻറ്റു മൊത്തം 6 എണ്ണം ഇൻറ്റു 6. 4 പൈ ക്യാൻസൽ ആയി പോകും. therefore 100 is to 4 into 6. ഇത് കൂടെ ക്യാൻസൽ ആകുമ്പോഴത്തേക്ക് 25. ദാറ്റ് ഈസ് 25 is to 6 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് മക്കളെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ നമ്പർ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? എനി ഡൗട്ട്സ്? ക്ലിയർ ആണോടെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ തോണ്ടേ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. കിട്ടിയോടെ? The shorter side of a rectangle is 21 centimeter less than longer side. The numerical value of its area is equal to 7 times the numerical value of its perimeter. What is the length of its shorter side എന്നാണ് ചോദിച്ചത്. മക്കളെ ഇത്രയേ ഉള്ളേ. നമ്മുടെ കയ്യിൽ ഒരു റെക്ടാങ്കിൾ ഉണ്ട്. ആ റെക്ടാങ്കിളിന്റെ ലോങ്ങർ സൈഡ് എക്സ് ആണെന്ന് വിചാരിക്കുക. ഷോർട്ടർ സൈഡ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ 21 കുറവ്. ഇത് നമുക്കറിയാം, ഒരു റെക്ടാങ്കിൾ ലെന്ത് എൽ, ബ്രെഡ്ത്ത് ബി ആണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എൽ ഇൻറ്റു ബി, പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2 into L plus B അല്ലെ? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2 into L plus B. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ഏരിയ എന്ന് പറയുന്നത് 7 times ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ഇറ്റ്സ് പെരിമീറ്റർ. സോ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 21. അത് എന്തിന് തുല്യമാണ്? 7 times ഇതിന്റെ പെരിമീറ്റർ 2 into എല്ലിന്റെ വാല്യൂ എക്സ് പ്ലസ് എക്സ് മൈനസ് 21. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 21 എക്സ് ഇസ് ഈക്വൽ ടു, ഇതകത്തേക്ക് പോകുമ്പോൾ, ഈ 7 അകത്തേക്ക് പോകുമ്പോൾ 14 into x 2x മൈനസ് 21 എന്ന് കിട്ടും അല്ലെ? ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 21 എക്സ് ഇസ് ഈക്വൽ ടു 28 എക്സ്. ഒരു സെക്കൻഡ്, 28 എക്സ് മൈനസ്, ഓക്കെ, അപ്പൊ 14 into 21 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 294 എന്ന് കിട്ടും അല്ലെ? ഇതെല്ലാം കൂടെ പറക്കിയെടുത്ത് ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 21 ഓൾറെഡി അവിടെ ഉണ്ട്, മൈനസ് 28 അങ്ങോട്ടേക്ക് പോകുമ്പോൾ മൈനസ് 49 എക്സ് പ്ലസ് 294 ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. ഈസ് ഈക്വൽ ടു എത്രയാണെന്നാണ് നമുക്ക് കിട്ടുന്നത്? 0 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? എന്തുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ആ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്.
രണ്ട് നമ്പേഴ്സ്, ആ രണ്ട് നമ്പേഴ്സ് പരസ്പരം കൂട്ടുമ്പോൾ 49 മൈനസ് 49 കിട്ടണം. രണ്ട് നമ്പേഴ്സ് പരസ്പരം കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്? മൈനസ് 49. ആ രണ്ട് നമ്പേഴ്സ് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ആ നമ്പേഴ്സ് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 294 പ്ലസ് 294 വേണ്ടത്. രണ്ട് നമ്പേഴ്സ് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തുവാണ് വേണ്ടത്? മൈനസ് പ്ലസ് 294. ആ രണ്ട് നമ്പേഴ്സ് കൂട്ടുമ്പോൾ മൈനസ് 49 വേണം. ഏതൊക്കെയാണ് ആ നമ്പേഴ്സ്? മൈനസ് 42 മൈനസ് 7, മൈനസ് 42 മൈനസ് 7 മൈനസ് 49, മൈനസ് 42 ഇൻറ്റു മൈനസ് 7 പ്ലസ് 294. അതായത് ഇവിടെ എക്സ് മൈനസ് 42 ഇൻറ്റു എക്സ് മൈനസ് 7 എന്ന് കിട്ടും 0. therefore എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 42 അല്ലെങ്കിൽ 7. ഇതിനകത്തിൽ ഏതെടുക്കും? രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് രണ്ടും കൺസിഡർ ചെയ്യാം. ഇവിടെ എക്സിന്റെ വാല്യൂ 7 കൊടുത്താൽ ബ്രെത്തിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് 21. എക്സ് മൈനസ് 21 അത്ര കിട്ടും? മൈനസ് 14 കിട്ടും അല്ലെ? അപ്പൊ ഒരിക്കലും എക്സിന്റെ വാല്യൂ 7 കിട്ടത്തില്ല. പ്ലസ് ആണെന്നും പറഞ്ഞ് നമുക്ക് 7 എടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ബ്രെത്ത് എത്രയാണ്? എക്സ് മൈനസ് 21 ആണ് വരുന്നത്. അപ്പം എക്സിന്റെ വാല്യൂ 7 കൊടുത്തു കഴിഞ്ഞാൽ ബ്രെത്ത് എന്ന് പറഞ്ഞാൽ മൈനസ് 14. അത് ഒരിക്കലും വരത്തില്ല. കാരണം വെച്ചാൽ എന്തും ബ്രെത്തും എല്ലാം എപ്പോഴും പോസിറ്റീവ് വാല്യൂസ് മാത്രമേ വരത്തുള്ളൂ. സോ എക്സിന്റെ വാല്യൂ 7 അല്ല. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാണ് മക്കളെ? 42. അപ്പൊ ബ്രെത്തിന്റെ വാല്യൂ എത്രയാണ്? 21 കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഇസ് ദ ലെന്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അലോങ് ഇറ്റ്സ് ലോങ്ങർ സൈഡ്. അപ്പൊ ലോങ്ങർ സൈഡിലെ ലെന്ത് എത്രയാണ് മക്കളെ? 42 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണോടോ നിങ്ങളെ? ഓക്കെ ആണോ? ഇനി ഡൗട്ട് ഉണ്ടോടാ? ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ the diameter of a metallic solid sphere is 42 centimeter. It is melted and drawn into a wire with a cross-sectional diameter of 0.6 centimeter. Find the length in meter of the wire. Okay. The diameter of a metallic solid sphere is 42 centimeter. It is melted and drawn into a wire with a cross-sectional area diameter of 0.6 centimeter. What is the length in meter of the wire? ആ വയറിന്റെ ലെന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മളെ ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിൽ ഒരു സോളിഡ് സ്പിയർ ഉണ്ട്. റേഡിയസ് 42 സെന്റിമീറ്റർ ആണ്. ഇതിനെ ഉരുക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ലോങ് വയറായിട്ട് മാറ്റി. ആ ലോങ് വയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത്, ക്രോസ് സെക്ഷണൽ ഡയമീറ്റർ ആണ് നമുക്ക് തന്നേക്കുന്നത്. ഈ ക്രോസ് സെക്ഷണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 0.6 സെന്റിമീറ്റർ ആണ്. ഈ ലെന്ത് എന്ന് പറയുന്നത് നമുക്ക് അറിയത്തില്ല, അതിനെ എച്ച് എന്ന് വിളിക്കാം. നമുക്ക് ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ ലെന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു വയർ എന്ന് പറയുന്നത് ഓൾവേസ് ഏത് ഷേപ്പിലാണ് ഇരിക്കുന്നത്? ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ്. വയർ എന്ന് പറഞ്ഞാൽ ഏത് ഷേപ്പാണ് മക്കളെ? ഏതാ? ഇതേപോലെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. ഈ വയറിന്റെ അല്ലെങ്കിൽ സിലിണ്ടറിന്റെ റേഡിയസ് 6 ഇതിന്റെ ഹൈറ്റ് എച്ചും ആണ് എങ്കിൽ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr² ഇൻറ്റു എച്ച് ആണ്. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ പറയുക? πr² ഇൻറ്റു എച്ച്. ഇനി അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2πr ഇൻറ്റു എച്ച്. ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 2πr² ഇൻറ്റു എച്ച്. ഇനി അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ lateral surface area plus 2 into base area. Lateral surface area എന്ന് പറഞ്ഞാൽ 2πr into h plus base area എന്ന് പറഞ്ഞാൽ πr² ആണ് അല്ലെ? ഇൻറ്റു 2 വരുമ്പോൾ ഇത് 2. ഇതിൽ നിന്നും ഒരു 2πr ഞാൻ ഇങ്ങനെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടൂടെ? 2πr into h plus r. ഇതാണ് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഒരു സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെൻസ്ട്രൽ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട 3 കാര്യങ്ങൾ. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതേപോലെ തന്നെ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് തന്നിട്ടുണ്ട് ഒരു സോളിഡ് സ്പിയറിനെ ഉരുക്കി കഴിഞ്ഞ ഒരു വയറാക്കി മാറ്റി. ഒരു സ്ഥാനത്ത് ഉരുക്കി കഴിയുവാണെങ്കിൽ അതിന്റെ വോളിയത്തിന് യാതൊരു മാറ്റവും വരുത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ വോളിയത്തിന് എന്ത് വരില്ല? നമുക്ക് യാതൊരു തരത്തിലുമുള്ള മാറ്റവും വരില്ല. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചേ,
വോളിയം, ഈ സ്പിയറിന്റെ വോളിയം, ആ വോളിയം എത്രയാണ് മക്കളെ? 4/3 പൈ ഇൻറ്റു ആർ എത്രയാണ്? ഡയമീറ്റർ ആണ് നമുക്ക് 21 സെന്റിമീറ്റർ വന്നേക്കുന്നത്. സോ റേഡിയസ് എന്ന് പറയുന്നത് 21 സെന്റിമീറ്റർ കിട്ടും. 4/3 പൈ ഇൻറ്റു ആർ സ്ക്വയർ 21 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആണ് മക്കളെ? ഇതിന്റെ വോളിയത്തിന് ഈക്വൽ ആണ്. അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ 0.6 ആണ്. അപ്പൊ ഇത് എത്ര വരും? 0.3 വരും അല്ലെ. റേഡിയസ് എന്ന് പറഞ്ഞാൽ 0.3 ഹോൾ സ്ക്വയർ, കാരണം ഡയമീറ്റർ 0.6 ആണ്. സോ റേഡിയസ് എന്ന് പറഞ്ഞാൽ 0.3 ഇൻറ്റു എച്ച്. എന്താ ക്യാൻസൽ ആയി പോകുന്ന? ഇതും ഇതും കൂടെ അങ്ങ് ക്യാൻസൽ ആയി പോകും. therefore എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത്, ഇവിടുത്തെ എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 4/3 ഇൻറ്റു 21 സ്ക്വയർ ഓൾറെഡി 21 4/3 പൈ ആർ ക്യൂബ് ആണ്. സോ 21 ക്യൂബ് ആണ്. എത്രയാണ് മക്കളെ? ഇവിടുത്തെ 21 ക്യൂബ് ആണ്. therefore എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4/3 ഇൻറ്റു 21 ക്യൂബിനെ 21 ഇൻറ്റു 21 ഇൻറ്റു 21 ഡിവൈഡഡ് ബൈ 0.3 സ്ക്വയർ, അതിനെ 0.3 ഇൻറ്റു 0.3 എന്ന് നമുക്ക് വിളിക്കാം. ഏതാ ശ്രദ്ധിക്കുക, ഇതും ഇതും കൂടെ ക്യാൻസൽ ആകുമ്പോൾ 7 കിട്ടും. ഇതും കൂടെ ക്യാൻസൽ ആകുമ്പോൾ എത്ര കിട്ടുന്നത്? 7. ഇതും ഇതും കൂടെ ക്യാൻസൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 70 കിട്ടും. ഇതും ഇതും കൂടെ ക്യാൻസൽ ആകുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? 70 കിട്ടും. സോ എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ഇൻറ്റു 7 ഇൻറ്റു 70 ഇൻറ്റു 17 കിട്ടും. ദാറ്റ് ഈസ് 137200 നമുക്ക് കിട്ടും. നമ്മുടെ ഇതിനകത്ത് എല്ലാം എടുത്തേക്കുന്ന സെന്റിമീറ്റർ ആയതുകൊണ്ട് കിട്ടുന്നതും എന്താണ്? സെന്റിമീറ്ററിലാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻ മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക, സെന്റിമീറ്ററിനെ നമുക്ക് മീറ്റർ ആക്കണം, തിരിച്ച് മീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് മാറ്റണം. സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡഡ് ബൈ 100, മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു 100. സോ വിച്ച് ഈസ് ഈക്വൽ ടു 137200 ഡിവൈഡഡ് ബൈ 100 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കൂടെ? 1372 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് മക്കളെ ശരിയായുള്ള ഉത്തരം? ഓപ്ഷൻ നമ്പർ എ ആണ്. 1372 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണോടാ? കുഞ്ഞുങ്ങളെ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? പക്കയാണോ? എനി ഡൗട്ട്സ്? ക്ലിയർ ആണോ? ഓക്കെ, എത്ര കിട്ടിയേ? A solid metal sphere has a radius of 6 centimeter. If the metal of the hemisphere is melted and recasted to a cylindrical shape with the same radius, find the height of the cylinder എന്നാണ് പറയുന്നത്. ഒരു ഹെമിസ്ഫിയർ ഉണ്ട്, അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. ഇതിനെ റീകാസ്റ്റ് ചെയ്ത് ഉരുക്കി ഒരു സിലിണ്ടർ ഉണ്ടാക്കുന്നു. അതിന്റെയും റേഡിയസ് 6 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരുന്നത്. കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിന്റെ വോളിയം സെയിം ആണെന്നുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 പൈ ഇൻറ്റു 6 ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു എന്തോടെ? പൈ ഇൻറ്റു ആർ സ്ക്വയർ 6 സ്ക്വയർ ഇൻറ്റു എച്ച്. ഈ പൈയും ഈ പൈയും കൂടെ ക്യാൻസൽ ആയി പോകും. ഇതും ഇതും കൂടെ ക്യാൻസൽ ആയി പോകും. ഫോർ എച്ച് എന്ന് പറയുന്നത് 2/3 ഇൻറ്റു 6 എന്ന് കിട്ടും. ഇതും കൂടെ ക്യാൻസൽ ആകുമ്പോൾ 2 which is equal to 4 സെന്റിമീറ്റർ എന്ന് കിട്ടും. അതിന്റെ ഹൈറ്റ് ഓപ്ഷൻ നമ്പർ ഡി ഇസ് റൈറ്റ് ആൻസർ. ഏതാണ് ശരിയായുള്ള ഉത്തരം? ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായുള്ള ഉത്തരം. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ ആണോടെ? ക്ലിയർ ആണല്ലോ? അപ്പൊ ഏതാ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു ക്യൂബ് 10 സെന്റിമീറ്റർ സൈഡുള്ള ഒരു ക്യൂബിനെ 2 സെന്റിമീറ്റർ സൈഡുള്ള എത്ര ക്യൂബ്സ് ആയിട്ട് പിടിച്ചിരിക്കും. അങ്ങനെയാണ് എങ്കിൽ കണ്ടുപിടിക്കേണ്ടത് അങ്ങനെ ഫോം ചെയ്ത ക്യൂബുകളുടെ എല്ലാത്തിനും ടോട്ടൽ സർഫസ് ഏരിയ, മൊത്തം ക്യൂബുകളുടെ ടോട്ടൽ സർഫസ് ഏരിയ. കോൺസെപ്റ്റ് ഇത്രയുണ്ടേ. നമ്മുടെ കയ്യിൽ ഒരു ക്യൂബ് ഉണ്ട്. ആ ക്യൂബിന്റെ സൈഡ് എ 10 സെന്റിമീറ്റർ. ഇതിനെ വെട്ടി നമ്മൾ 2 സെന്റിമീറ്റർ സൈഡുള്ള ഒരു n നമ്പർ ഓഫ് ക്യൂബ്സ് ആയിട്ട് മാറ്റി. ഇടയിൽ ഈ 10 സെന്റിമീറ്റർ സൈഡുള്ള ഒറ്റ ക്യൂബിന്റെ വോളിയവും 2 സെന്റിമീറ്റർ സൈഡുള്ള ഈ n നമ്പർ ഓഫ് ക്യൂബിന്റെ ടോട്ടൽ വോളിയം രണ്ടും സെയിം ആണ്. സോ ഇവിടുത്തെ വോളിയം എന്ന് പറഞ്ഞാൽ എ ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു 10 ക്യൂബ് ഈസ് ഈക്വൽ ടു 1000 സെന്റിമീറ്റർ ക്യൂബ്. ഇവിടുത്തെ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു 2 ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു 8 ഒരെണ്ണത്തിന്റെ. അങ്ങനെ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്?
8 n ഉണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ക്യൂബ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല n എന്ന് പറയുന്നത് മൊത്തം വോളിയം എന്ന് പറഞ്ഞാൽ 1000. എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ഒരെണ്ണത്തിന് 8 വീതമുള്ള n നമ്പേഴ്സ്. അപ്പൊ ഇതിന്റെ വാല്യൂ 1000 ഡിവൈഡഡ് ബൈ 8. അപ്പൊ 1000 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 125 എന്ന് കിട്ടും. സോ മൊത്തം എത്ര ക്യൂബ്സ് ഉണ്ട്? 125 ക്യൂബ്സ് ഉണ്ടല്ലേ. നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതിന്റെ? ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ 2 സെന്റിമീറ്റർ ഉള്ള ഒരെണ്ണത്തിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 6a² ആണ്, which is equal to 6 into a വാല്യൂ 2², which is equal to നമുക്ക് 24 എന്ന് കിട്ടും അല്ലെ. എടേ അങ്ങനെ എത്ര എണ്ണം ഉണ്ടേ? അങ്ങനെ നമുക്ക് ഒരു 24 എണ്ണം ഉണ്ട്, സോറി 125 എണ്ണം ഉണ്ട്. അപ്പൊ അവിടുത്തെ ടോട്ടൽ സർഫസ് ഏരിയ 125 ക്യൂബ്സ് എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിന് 24, അങ്ങനെയാണെങ്കിൽ 125 ഇൻറ്റു 125. അപ്പം എങ്ങനെ നമുക്ക് കിട്ടുന്നത്? 125 ഇൻറ്റു 20, 20 പ്ലസ് 125, 20 പ്ലസ് 4 തരാം. 20 ഇൻറ്റു 125 എന്ന് പറയുമ്പോഴത്തേക്ക് 2500 പ്ലസ് 125 ഇൻറ്റു 4 500, which is equal to എത്ര കൂടെ? 3000 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ എ ഈസ് റൈറ്റ് ആൻസർ. എത്രയാണോ? 3000 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ എ ആണ് ശരിയാണ് ഉത്തരം. ഏതാണോ? കോൺസെപ്റ്റ് മനസ്സിലായോ? ഒക്കെയാണോ? എനി ഡൗട്ട്സ്? ഇതൊരു ഹോംവർക്ക് ആയിട്ട് എഴുതിക്കട്ടോ. ഇതൊരു ഹോംവർക്ക്. ഇതൊക്കെ നമ്മൾ ചെയ്ത നോക്കാത്ത മോഡൽസ് ആണ്. ഓക്കെ. അതെ, ഇതിന്റെ RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ് കാറ്റഗറിക്കുള്ള എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ഓഗസ്റ്റിൽ തുടങ്ങുവാണ്. ഓഗസ്റ്റ് 7 തോന്നുന്നു തുടങ്ങുന്നത്. ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, 7 ആയിരിക്കും മിക്കവാറും. അപ്പൊ നമുക്ക് അതിനകത്തില് RRB NTPC ഗ്രാജുവേറ്റ് ലെവലിന്റെ ഇത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ചോദിച്ചേക്കുന്നത് മാത്സിൽ ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്തിലാണ്, അരിത്തമാറ്റിക് സെക്ഷനിലാണ് നല്ല രീതിയിൽ അവർ ഫോക്കസ് ചെയ്തേക്കുന്നത്. ഇതൊന്നും ചോദിച്ചിട്ടില്ല എന്നല്ല, ഈ ചോദിച്ചിട്ടുള്ളതിനകത്തിലും കൂടുതലും നമുക്ക് 3D ജോമെട്രി ആണ്, അല്ലെങ്കിൽ 3D മെൻസുറേഷൻ ആണ് കൂടുതലും ഈ മെൻസുറേഷൻ ആണ് ഇന്ന് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ വോളിയം ഓഫ് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ അരിത്തമാറ്റിക്സ് തന്നെയാണ്. ബാക്കിയുള്ള ട്രിഗണോമെട്രി അതേപോലെ തന്നെ ഇതിനകത്ത് നിന്നൊക്കെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ കുറവായിട്ടാണ് വെച്ചേക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ കുറവാണ്, എന്നാലും ഉണ്ട്. അപ്പൊ നിങ്ങൾ അരിത്തമാറ്റിക് സൈഡ് നല്ല രീതിയിൽ അങ്ങ് നോക്കുക അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ കിട്ടിയിട്ട്. അതേ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഗ്രൂപ്പ് ഡിക്കകത്ത് നമുക്ക് വരാൻ പോകുന്നത്. സോ അരിത്തമാറ്റിക് സെക്ഷൻ നല്ല രീതിയിൽ അങ്ങ് ഫോക്കസ് ചെയ്യുക. കാരണം ഇത് ഫോക്കസ് ചെയ്യണമെന്നല്ല പറഞ്ഞത്, കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് നിന്നൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ അരിത്തമാറ്റിക്സിൽ നിന്ന് നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. സോ അരിത്തമാറ്റിക്സ് പോർഷൻസ് നല്ല വൃത്തിക്ക് അങ്ങ് നോക്കി വെച്ചേക്കുക. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിനു മുമ്പ് നടന്ന ALP ടയർ 1 ടയർ 2ന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, JEE ടയർ 1ന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ വേറെ എക്സാം ആയിരുന്നു നടന്നത്, ഇത്രയും എക്സാം മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പൊ ഇത്രയും, അതേപോലെ RPF SI, അതേപോലെ തന്നെ RPF കോൺസ്റ്റബിൾ. അപ്പൊ ഇതിന്റെ ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ല രീതിയിലൊന്ന് നോക്കുക. ഇനിഷ്യലി അത്രയെങ്കിലും ഒന്ന് നല്ല രീതിയിൽ നോക്കുക ഇപ്പം കഴിഞ്ഞ എക്സാംസിൽ. അത് കൂടാതെ തന്നെ അതിന് മുമ്പ് നടന്ന SSCയുടെ 2024 വരെ 2024-25 വരെ നടന്നിട്ടുള്ള എക്സാമുകളുടെ എത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് എടുത്ത് നോക്കുക. അത്രയ്ക്ക് ഒരുപാട് ബാക്കിലോട്ട് പോയില്ലെങ്കിലും ഒരു 2018-19 മുതൽ ഒരു 2015 മുതലുള്ള ഒരു കഴിഞ്ഞൊരു 10 കൊല്ലത്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് SSCയുടെയും കൂടെ മാത്സ് നല്ല രീതിയിലാണ്, പ്രത്യേകിച്ച് ഫോക്കസ്ഡ് ഓൺ അരിത്തമാറ്റിക്സ് നല്ല രീതിയിൽ ഒന്ന് ചെയ്ത് പഠിച്ചേക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മിക്ക ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയറിലും മറ്റു പല ഗവൺമെന്റ് എക്സാംസിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വാല്യൂ മാറ്റിയിട്ടോ അല്ലെങ്കിൽ വാല്യൂസ് അതേപോലെ തന്നെ ഇട്ടിട്ടോ ആണ് റെയിൽവേക്ക് ഇത്തവണ ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസ്. അങ്ങനെ തന്നെയാണ് സ്ഥിരം വരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ SSCയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ എങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. കുറഞ്ഞത് 10 വർഷത്തെങ്കിലും ചെയ്യാൻ നോക്കുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ 2024-ലും 2025-ലും ഇതുവരെയായിട്ട് നടന്നിട്ടുള്ള റെയിൽവേയുടെ ALP ടയർ 1 and 2, JEE ടയർ 1, ടെക്നീഷ്യൻ ഗ്രേഡ് 3, അതേപോലെ തന്നെ RPF SI, RPF കോൺസ്റ്റബിൾ, അതേപോലെ തന്നെ NTPC ഗ്രാജുവേറ്റ് ലെവല്, ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുക. കാരണം ഈ ഒരു മോഡലൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ മാത്സിൽ ഫുൾ മാർക്ക് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുക. അപ്പൊ ഇപ്പൊ നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റിനും കൂടെ നല്ല രീതിയിൽ വൃത്തിക്കെടുത്ത് പഠിക്കുകയാണെങ്കിൽ അത് കിട്ടിയില്ലെങ്കിലും നമുക്ക് അപ്പുറത്ത് ഗ്രൂപ്പ് ഡിക്ക് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ NTPC ആണെങ്കിലും ഗ്രൂപ്പ് ഡി ആണെങ്കിലും ജനറൽ അവയർനെസ് നല്ല വൃത്തിക്ക് ചോദിക്കുന്നുണ്ട്, നല്ല വൃത്തിക്ക് ജനറൽ അവയർനെസ് വരുന്നുണ്ട്. അപ്പം ജനറൽ അവയർനെസ് എല്ലാം നല്ല രീതിയിൽ എല്ലാ ഏരിയാസും കവർ ചെയ്തുകൊണ്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് നോക്കുക. കൂടുതൽ ഫോക്കസ് അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കാര്യം അതാണ്. റെയിൽവേ എക്സാംസിനുള്ള റാങ്കും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് ആ മാർക്കിന്റെ ബേസിസിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എടുക്കത്തോ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് റാങ്ക് ലിസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോ അത്രയുമാണ് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ബാക്കി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കണേ.
സാറേ EWSന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലേ, ആണോ? അത് നമ്മള് പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് മുമ്പേ എടുത്തു വെക്കണ്ടേ? ഇല്ല, നോട്ടിഫിക്കേഷന്റെ വരുന്ന സമയത്ത് നീ ഇപ്പോഴേ ഒരെണ്ണം കൊടുത്തു വെച്ചോ. കാരണം ഇപ്പൊ നീ അപ്ലൈ ചെയ്യുന്ന അതിനകത്തൊരു നമ്പർ ഉണ്ട്, അത് നിന്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് അവർ ചോദിക്കും. അല്ല, നമ്മളപ്പോ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് റെയിൽവേയുടെ EWSന്റെ ഒരു മറ്റേ ഇത് ആ ഫോർമാറ്റിൽ അങ്ങ് അപ്ലൈ ചെയ്തിരുന്നാൽ മതി, ആ ഫോർമാറ്റിൽ അങ്ങ് വാങ്ങിച്ചു വെച്ചാൽ മതി. കാരണം എന്ന് വെച്ചാൽ നിന്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്ന സമയത്ത്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മിക്കവാറും ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും അതിന്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ വരുന്നത്. മേ ബി, പറയാൻ പറ്റത്തില്ല, ഡിപ്പെൻസ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ സമയത്ത് എന്തായാലും EWS ഇതിന്റെ ഒറ്റ വർഷത്തെ വാലിഡിറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാ വർഷവും സാധനം പുതുക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അടുത്ത കൊല്ലം നീ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയം ആകുമ്പോഴത്തേക്ക് എന്തായാലും വാങ്ങേണ്ടി വരും. പക്ഷേ ആ സമയത്ത് നീ അപ്ലൈ ചെയ്ത സമയത്തുള്ള ഡോക്യുമെന്റ്സ് കൂടെ അവർ ചോദിക്കും. ഡിപ്പെൻസ് അപ്പോൾ RRB ആണ്. ചില RRB ഒക്കെ എന്തെങ്കിലും വിട്ടേക്കും, ചില RRBയിൽ നല്ല രീതിയിൽ കട്ടിക്ക് അത് ചോദിക്കും. അതുകൊണ്ട് ഇപ്പൊ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചേക്കുക. അതാ റെയിൽവേ ഫോർമാറ്റ് തന്നെ ആവണമെന്നില്ല, സെൻട്രൽ ഗവൺമെന്റ് ഫോർമാറ്റിൽ മതി. പക്ഷെ നീ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് പോകുമ്പോഴത്തേക്ക് മാനുവലി അതിനകത്ത് വിത്ത് സീലെ അവർ സ്വീകരിക്കത്തുള്ളൂ. അതായത് നമ്മളിപ്പോൾ അക്ഷയയിൽ പോകുമ്പോഴത്തേക്ക് അവര് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആണ് തരുന്നത്. അത് പക്ഷേ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് അവരത് സ്വീകരിക്കത്തില്ല. നമ്മളത് വീണ്ടും റീസബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അതിനെക്കാട്ടും നല്ലത് ഇപ്പോഴേ അങ്ങ് എടുത്ത് വെച്ചേക്കുന്നതാണ്. രണ്ടും അങ്ങ് മാനുവലി എടുത്ത് വെച്ചേക്കുന്നതാണ്. മാനുവലി പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് സാധനം കിട്ടും. മാനുവലി പോകുമ്പോഴത്തേക്ക് EWS മാത്രമേ ഉള്ളൂ അത്യാവശ്യം നല്ല ഓട്ടിക്കുന്ന ഒരു സാധനം EWS ആണ്. ബാക്കി OBC NCLോ അല്ലെങ്കിൽ SC ST സർട്ടിഫിക്കറ്റോ കിട്ടുന്നതിന് വലിയ പാടൊന്നുമില്ല. ഒരു ദിവസത്തെ മെനക്കേടേ ഉള്ളൂ. ഓൺലൈൻ വഴി ചെയ്യുവാണെങ്കിൽ ഒരു 3-4 ദിവസം എടുക്കും. മാനുവലി ആണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കാര്യങ്ങൾ കഴിയും. അപ്പൊ എന്തായാലും ഇപ്പോഴേ ഒന്ന് വാങ്ങിച്ചു വെച്ചേക്കോ. ഓക്കെ സാറേ, ഞങ്ങള് വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് അവര് പറഞ്ഞായിരുന്നു റെയിൽവേയുടെ ഒരു ഫോർമാറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത് ആ റെയിൽവേയുടെ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പോയതാ. നോട്ടിഫിക്കേഷൻ അത് കിടപ്പുണ്ടായിരുന്നല്ലോ. എനിക്ക് അയച്ചു തന്നായിരുന്നു, കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്ക് അയച്ചു തന്നായിരുന്നു. നോട്ടിഫിക്കേഷൻ അത് കിടപ്പുണ്ട്. ഈ ഫോർമാറ്റ് എല്ലാം നമ്മൾ നോട്ടിഫിക്കേഷൻ അത് കിടപ്പുണ്ട്. അത് വാങ്ങിച്ചു വെച്ചേക്കുക. കാരണം വെച്ചാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നമുക്ക് ഇതാവും. ഇല്ലെങ്കിൽ DD സമയത്ത് ചിലപ്പം പണി കിട്ടും അത്. ഓക്കെ സാർ, ഓക്കെ. അപ്പൊ അത് വാങ്ങിയേക്കേണ്ട സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൃത്യമായിട്ട് വാങ്ങി വെച്ചേക്കുക. അതേപോലെ തന്നെ എന്തായിരുന്നു മെഡിക്കൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഇതാണ്. മെഡിക്കലിൽ നമുക്ക് എന്തെങ്കിലും ഇൻകേസ് സർജറിയോ വല്ലതും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് ദയവേത് പറയാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ലേഡി ഓഫീസേഴ്സ് ഒക്കെയാണ് നമുക്ക് നിൽക്കുന്നതെങ്കിൽ അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അവര് സാധാരണഗതിയിൽ നമ്മുടെ മെഡിക്കൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സ്ട്രിപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ റെയിൽവേ മാനുവൽ പ്രകാരം അത് വായിച്ചു നോക്കി അറിയാൻ പറ്റും. അത് മൊത്തം സ്ട്രിപ്പ് ചെയ്തിട്ടാണ്, അതായത് നമ്മളെ മൊത്തത്തിൽ തുണി ഉരിഞ്ഞെടുത്തിട്ടാണ് നമ്മളെ ടെസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ലേഡി ഓഫീസേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരൊന്നും ഇത് ചെയ്തില്ല, ജസ്റ്റ് ഷർട്ട് മാത്രം ഊരിപ്പിച്ച് ഫിസിക്കലി വല്ല മാർക്സോ വല്ല ഉണ്ടോ എന്ന് മാത്രമേ നോക്കിയിട്ട് അങ്ങ് പറഞ്ഞു കൊടുത്തേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സർജറീസോ കാര്യങ്ങളോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, എന്നെ അതിന്റെ പേരിൽ ഒരു 2 ആഴ്ച ടോപ്പിച്ചാണ്. അതുകൊണ്ട് ദേവിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെന്ന് മണ്ടത്തരം കാണിച്ചു വെക്കരുത്. എനിക്കൊരു ടെൻഷൻ അല്ലെങ്കിൽ ഞാൻ അറിയാതെ പറഞ്ഞു വരാണ് ഒരു സർജറി ആണെന്നുണ്ട്. പിന്നെ അത് മൊത്തം ഓങ്കോളജിസ്റ്റ് രണ്ടുപേരെ എന്നെ കൊണ്ടൊന്നും ടോപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള മണ്ടത്തരം ഒന്നും കൊണ്ടൊന്ന് കാണിക്കരുത്. വേറെ ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അവരെന്തായാലും അവർ ക്രോസ് ചെക്ക് ചെയ്യുന്നത്, വേറെ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വിഷ്വലി നമുക്ക് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എങ്കിൽ അപ്പം ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവർ മെഡിക്കൽ ക്ലിയർ ചെയ്ത് നമ്മളെ വരും. ഇല്ലെങ്കിൽ നമ്മളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മായിട്ട് ഓടിക്കുക വരും. അവസാനം കിട്ടും, ക്ലിയറൻസ് കിട്ടും. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ക്ലിയറൻസ് കിട്ടും. പക്ഷെ നമ്മളായിട്ട് ചുമ്മായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കും. നമ്മൾ ഒരുപാട് മെന്റലി നമ്മൾ ഒരുപാട് ഡൗൺ ആയി പോകും. ആ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. കാരണം ചില RRBസിലൊക്കെ ഒരു RRB മധുര ഡിവിഷനിൽ എൻ്റെ ഒരു കൂട്ടുകാരനെ ഇട്ട് ഓടിച്ചത് 14 ദിവസമായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഇതിനായിട്ട് ഓടിച്ചത് 20 ദിവസത്തോളം ഇട്ട് മെഡിക്കലിന് വേണ്ടി ഇട്ട് ഓടിച്ചു. വേറെ കാര്യങ്ങളൊന്നുമില്ല, ചുമ്മാ അവർ ഓരോ ടെസ്റ്റിങ് ചെയ്യിപ്പിക്കും. അതാണ് മിക്കവാറും കേട്ടത് ഓടിക്കും. ചിലവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ചില മെഡിക്കൽ ഓഫീസേഴ്സ് പെട്ടെന്ന് എല്ലാം ക്ലിയർ ചെയ്തെന്ന് വിടും. ചില മെഡിക്കൽ ഓഫീസേഴ്സ് ഒരുപാട് ഇട്ട് ഓടിക്കും. ഡിപ്പെൻസ് ആണ്. അതുകൊണ്ട് കഴിവതും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കുക. വളരെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിവത് ഹൈഡ് ചെയ്ത് വെക്കുക. അത്രയേ ഉള്ളൂ നമുക്കുള്ള ഒരു ഇത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴേക്ക് ഗ്രൂപ്പ് ഡി ഒക്കെ ആണെങ്കിൽ ഇപ്പോഴേക്ക് ഓടിയൊക്കെ തുടങ്ങി. ഗ്രൂപ്പ് ഡി ആണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഓട്ടോ എന്ന് പറയുന്നത് അവർ മറ്റേ അത് വെച്ചാണ് ട്രാക്ക് ചെയ്യുന്നത്, RFID വെച്ച് ട്രാക്ക് ചെയ്യുന്നതാണ്. അതായത് നമ്മളുടെ ഈവൻ ഒരു മൈന്യൂട്ട് സമയം പോലും ഇത് ചെയ്യാൻ പറ്റത്തില്ല, അവര് ട്രാക്ക് ചെയ്യുക. അതുകൊണ്ട് അതെല്ലാം കൃത്യമായിട്ട് നോക്കിയും കണ്ടും വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ശരി. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് ചെയ്തിരുന്നാൽ മതി. ശരിടാ.